നമസ്കാരം. ഇത് കുട്ടികളെയല്ലയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമേ ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിന്റെ ഉന്നമനം എന്ന് പറയുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് വിദ്യാഭ്യാസവും ആരോഗ്യവും. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ വിദ്യ ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല, ഒന്നും നേടിയിട്ട് കാര്യമില്ല. പക്ഷേ വർഷങ്ങളായിട്ട് കുട്ടികൾക്ക് വിദ്യ അഭ്യസിച്ച് നൽകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് നമ്മുടെ കേരളത്തിന് സ്വന്തമായിരിക്കുന്നത്. പ്രൊഫസർ ശ്രീ സി രവീന്ദ്രനാഥ് സാർ, നമ്മുടെ കേരളത്തിന്റെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം കുറേ കുട്ടികളുണ്ട് സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്. തീർച്ചയായിട്ടും സാർ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ കുട്ടികൾ ഇതുപോലെ മിടുക്കരായിട്ട് സാറിന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവും. ആദ്യമേ തന്നെ നമ്മുടെ കൊച്ചു കൂട്ടുകാരോട് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ സാറിന് എന്തായിരിക്കും പറയാനുള്ളത്? ഏറ്റവും ആദ്യം പഠിക്കാൻ നല്ലോണം പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ലപോലെ പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പാഠപുസ്തകത്തിൽ നിന്ന് വിഷയങ്ങൾ പഠിക്കുക എന്ന് മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ മേഖലയിൽ നിന്നും വിവരങ്ങൾ ആർജിക്കുക എന്നുള്ളതിനെയാണ് പഠിക്കുക എന്ന് പറയുന്നത്. പാഠപുസ്തകം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് പേജുകൾ ഉള്ള ഒരു പുസ്തകമാണ് എന്നൊരു ധാരണ ഉണ്ട്. അതും ഒരു പാഠപുസ്തകമാണ് എന്നേ ഉള്ളൂ. യഥാർത്ഥ പാഠപുസ്തകം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാണ്. മനസ്സിലാവുണ്ടോ? യഥാർത്ഥ പാഠപുസ്തകം ഈ പ്രപഞ്ചമാണ്. അപ്പം അതുകൊണ്ട് പാഠപുസ്തകത്തിൽ നിന്ന് പഠനം എന്ന് പറയുന്നത് ഈ സമൂഹത്തിലെ എല്ലാ മേഖലയിൽ നിന്നും, ഒരു പുൽക്കൊടിയിൽ നിന്ന് പോലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം സമൂഹത്തിലെ എല്ലാ മേഖലയിൽ നിന്നും നമ്മൾ ഇടപെട്ട് അറിവ് സമ്പാദിക്കുമ്പോഴാണ് അത് പഠനമാകുന്നത്. ആ രീതിയിലുള്ള സമഗ്രമായിട്ടുള്ള മാനസിക വികാസത്തിനുതകുന്ന പഠനം ആണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പണി. അത് കൃത്യമായിട്ട് നിങ്ങൾ നിർവഹിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഇവരുടെ ഒരു കുട്ടിക്കാലമുണ്ട്. തീർച്ചയായിട്ടും സാറിൻ്റെ ഒരു സ്കൂൾ ജീവിതം അതുകൂടി നമ്മുടെ കൂട്ടുകാരോടൊന്ന് ഷെയർ ചെയ്യാമല്ലോ സാർ? ഞാൻ സാധാരണ ഒരു എയ്ഡഡ് സ്കൂളിൽ, ജനതാ UP സ്കൂൾ പന്തല്ലൂർ എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ പറപ്പുകര ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രദേശത്താണ് പഠിച്ചത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ. സാധാരണ LP സ്കൂൾ, ഒരു എയ്ഡഡ് സ്കൂളാണ്. അതിനുശേഷം ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് സ്കൂൾ എന്നറിയപ്പെടുന്ന പുതുക്കാട് സെയിൻറ്റ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അന്ന് ഹയർ സെക്കൻഡറി ഇല്ല, അന്ന് സെയിൻറ്റ് ആൻ്റണീസ് ഹൈസ്കൂളാണ്. അതും പൊതുവിദ്യാഭ്യാസ സ്ഥാപനം തന്നെയാണ്. അതിനുശേഷം കോളേജിൽ പഠിച്ചത് തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജ്. അവിടെ കെമിസ്ട്രി BSc, കെമിസ്ട്രി MSc ആണ് പഠിച്ചത്. അതും പൊതുവിദ്യാലയം തന്നെയാണ്. പൂർണ്ണമായിട്ടും പൊതുവിദ്യാലയത്തിൽ ആണ് എൻ്റെ പഠനം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. പിന്നെ സാർ ഇപ്പോൾ കോളേജിൻ്റെ കാര്യം പറയുകയുണ്ടായി. സാർ സൈക്കിൾ ചവിട്ടിയാണ് ക്ലാസ്സുകളിൽ എത്തിയിരുന്നത് എന്നുള്ള കാര്യം നമ്മുടെ കൊച്ചു കൂട്ടുകാരൊക്കെ നേരത്തെ സംസാരിച്ചായിരുന്നു. അപ്പോൾ സാർ ആ ഒരു ഓർമ്മ എങ്ങനെയാണ്? സൈക്കിൾ ചവിട്ടി സാർ കോളേജിലെത്തുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നു. ഞാൻ നിരന്തരമായി 15 വർഷക്കാലം വീട്ടിൽ നിന്നും കോളേജിലേക്ക് തിരിച്ചും സൈക്കിളിനാണ് സഞ്ചരിക്കാറുള്ളത്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, അത്രേ പൈസയുള്ളൂ എന്നുള്ളതാണ്. കാറ് മേടിക്കാൻ പണമില്ല. 1. 2, ഫ്യൂവൽ ഒട്ടും വേണ്ട, നമ്മൾ സ്വയം ചവിട്ടി. കാരണം കെമിസ്ട്രിയാണ് പഠിച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ഈ ഇന്ധനത്തിൻ്റെ പ്രതിസന്ധി വരാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയാണ്. അപ്പോൾ പരമാവധി ഇന്ധന ചെലവ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് പറ്റാവുന്ന യാത്ര സൈക്കിളിലാക്കുക എന്നുള്ളതാണ്. 3ാമത്, നമ്മൾ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് സൈക്കിൾ ചവിട്ടുന്നത്. ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 15 വർഷക്കാലം സ്കൂളിലേക്ക് സൈക്കിൾ ചവിട്ടി പോയിട്ട്. ഓക്കെ. ഇപ്പോൾ വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സാർ കെമിസ്ട്രി എന്ന് പറയുന്ന കടുകട്ടി വാക്കുകളൊക്കെ ഉള്ള ഒരു വിഷയമാണത്. പക്ഷെ വളരെ തന്ത്രപരമായിട്ട് തന്നെ, തന്ത്രപരമായിട്ട് തന്നെ മലയാളത്തിൽ വളരെ രസകരമായിട്ട് കുട്ടികളെ പഠിപ്പിച്ച് കുട്ടികളുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രൊഫസറായിട്ട് മാറുകയായിരുന്നു. ആ ഒരു തന്ത്രം നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. വളരെ ലളിതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പ്രപഞ്ചമാണ് പാഠപുസ്തകം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഓരോ കെമിസ്ട്രി തിയറിയും ഈ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിയാൽ മതി. വളരെ ലളിതമാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന വിഷയം പ്രകൃതിയും സമൂഹവും ജീവിതവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടത് എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ അത് എളുപ്പമായി, രസകരമായി. പഞ്ചസാര വായിലിട്ടാൽ എന്താ മധുരം തോന്നുന്നത്?
ചോദ്യം ചോദിക്കല്ല, കേൾക്കണ്ട. അത് സാധാരണ ഞാൻ പല ക്ലാസ്സിലും ചോദിക്കാറുണ്ട്. അവർ ഉത്തരം പറയും അത് പഞ്ചസാരയല്ലേ, പിന്നെ മധുരിക്കല്ലേ ചെയ്യുക എന്നുള്ളതാണ് ഉത്തരം. പക്ഷെ പഞ്ചസാരയ്ക്ക് മധുരം ഉണ്ടാവാൻ ഒരു കെമിസ്ട്രി കാരണമുണ്ട്. അത് പറയുമ്പോൾ പഞ്ചസാരയെക്കുറിച്ച് കുറേ കൂടി ഇത് ജീവിതവുമായി ബന്ധപ്പെട്ട് രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ പ്രകൃതിയും ജീവിതവുമായി ബന്ധപ്പെടുത്തി വിഷയത്തെ നമ്മൾ പഠിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ രസകരമായിരിക്കും. തീർച്ചയായും. നിങ്ങൾക്ക് തന്നെ അറിയാം എന്താ പഞ്ചസാരയ്ക്ക് മധുരം എന്നുള്ളത്. ഞാൻ പെട്ടെന്ന് അതിനൊരു കാരണമുണ്ട്. അത് പറയണമെങ്കിൽ കെമിസ്ട്രി പറയണം. അതുകൊണ്ടാണ് മലയാള ഭാഷയുടെ സ്ഥാനം ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. അത് തടയാൻ എങ്ങനെ സാധിക്കും? മലയാള ഭാഷ നമ്മൾ പ്രയോഗിക്കുക, ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് മലയാള ഭാഷയെ വളർത്താനുള്ള വഴി. ഒരു പൊതുവിൽ ഇംഗ്ലീഷ് ഭാഷയോടുള്ള ആഭിമുഖ്യം വർദ്ധിച്ചു വരികയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ മാതൃഭാഷയാണ് നമ്മളെപ്പോഴും ഉപയോഗിക്കേണ്ടതും വിഷയം പഠിക്കേണ്ട മീഡിയവും മാതൃഭാഷയാണ്. മാതൃഭാഷ ഉപയോഗിക്കുവാനുള്ള ശ്രമം നടന്നാലേ മാതൃഭാഷയെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുക. നമുക്ക് കാഷ്വലായിട്ടേ മലയാളം ഉപയോഗിക്കേണ്ടൂ എങ്കിൽ മലയാളത്തിൽ ആഴത്തിൽ പഠിക്കാൻ തോന്നില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പഠനത്തിന് ഉപയോഗിക്കുന്നത്, സംസാരിക്കാൻ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഭാഷയിലാകുമ്പോൾ ഭാഷ പഠിക്കാൻ നമുക്ക് കൂടുതൽ താല്പര്യമുണ്ടാകും. പ്രൊനൗൺസിയേഷൻ നന്നാവും. വിദ്യാഭ്യാസം എന്ന് പറയാൻ പറ്റാത്തൊരു ധാരാളം വരണം. വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു തരം കേട്ടിട്ടുണ്ടാവും, കേട്ടോളൂ. അത് ആ ഭാഷ ഉപയോഗിക്കുമ്പോൾ അതിനൊരു അന്വയം ഉണ്ട്. നമ്മൾ പഠിക്കുന്ന എല്ലാത്തിലും മലയാളത്തിലൂടെ പഠിക്കുക, മലയാളത്തിലൂടെ സംസാരിക്കുക, മലയാളത്തിലൂടെ. അപ്പോൾ മലയാളത്തിൽ തെറ്റിതിരുത്തി മലയാളം അറിയാനുള്ളൊരു ഭാഷ മാത്രമാണ് എന്ന് വരുമ്പോൾ മലയാളത്തിലുള്ള നമ്മുടെ കഴിവ് കുറഞ്ഞു. അതുകൊണ്ട് മലയാളം മീഡിയത്തിൽ പഠനം കൂടി. ഇംഗ്ലീഷിനോട് ആർക്കും എതിർപ്പൊന്നുമില്ല, ഒരു ഭാഷയോടും എതിർപ്പില്ല. എല്ലാം നല്ല ഭാഷകളാണ്. ചരിത്രവും സംസ്കാരവും ഒക്കെ ഉറങ്ങുന്ന ഭാഷകൾ കേട്ടോ. എനിക്ക് ചോദിക്കാനുള്ളത്, അധ്യാപക ജീവിതത്തിൽ നിന്നും സാറിനെ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പ്രേരിപ്പിച്ചത്? എനിക്ക് നല്ലൊരു ചോദ്യമാണ്. അധ്യാപക ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അധ്യാപകനാവാണ്. ഇപ്പോഴും ഞാനതിപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് മനസ്സിലായേണ്ടോ, അധ്യാപകനാവാനാണ് ഇഷ്ടം. കോളേജിൽ പഠിപ്പിച്ചിരുന്നപ്പോൾ ക്ലാസ്സിൽ അധ്യാപകനാണ്. അപ്പോൾ ഈ പറയുന്ന ആശയങ്ങളൊക്കെ കൊടുക്കാൻ കഴിയുന്ന ഒരു ക്ലാസ്സിനകത്തെ 10-45 കുട്ടികൾക്കാണ്. അങ്ങനെ ഒരുപാട് തലമുറകൾ. പക്ഷേ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ, MLA ആയപ്പോൾ, സാമൂഹ്യ പ്രവർത്തനമായപ്പോൾ തെരുവിൽ അധ്യാപകനാവാൻ പറ്റി കേട്ടോ. ക്ലാസ്സിലെ അധ്യാപകനിൽ നിന്നും അതാണ് തെരുവിൽ അധ്യാപകനായിട്ട് മാറുക എന്നുള്ളതായിരുന്നു അധ്യാപകൻ രാഷ്ട്രീയക്കാരനായിട്ട് മാറാനുള്ള പ്രധാനപ്പെട്ട. സാറ് പറഞ്ഞു ഓരോരുത്തർക്കും സാറ് നടന്നാണ് ഇത്രയും നാളും സ്കൂളിലോട്ട് വരുന്നത്. ഞാൻ ഇപ്പോഴാണ് ഈ വർഷം ഇവിടെ വന്നിട്ട് വണ്ടിക്ക് പോകാൻ തുടങ്ങിയത്. ലാസ്റ്റ് ഇയർ വരെ 3 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ്. 3 കിലോമീറ്റർ സ്കൂളിലോട്ടും തിരിച്ച് 3 കിലോമീറ്റർ വീട്ടിലോട്ടും നടന്നിട്ടാണ് ഞാൻ എത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ താമസിച്ചത് വയനാട്ടിലാണ്. അവിടെ ആദിവാസി കുട്ടികൾക്ക് ഇപ്പോഴും ആ കാട്ടിനുള്ളിൽ നിന്ന് തിരിച്ച് സ്കൂളിലോട്ട്, ചെറിയൊരു ടൗണാണ് ഞങ്ങളുടെ പുൽപ്പള്ളി എന്ന് പറഞ്ഞിട്ട്, അങ്ങോട്ട് എത്താനുള്ള ഒരു ഇതുമില്ല. അവർ ആദിവാസികളെന്ന് പറഞ്ഞാൽ അവരിലോട്ട് ഒരുപാട് ഇത് എത്തുന്നുണ്ട്. ശരിക്കും അവർ ആദിവാസികളല്ലല്ലോ, ആദിനിവാസികളല്ലേ, നമ്മുടെ മുതിർന്നവരല്ലേ. അപ്പോൾ അവിടുത്തെ ആ കുട്ടികൾക്കും പഠിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കും ചെയ്യാനുള്ള എല്ലാ അവകാശവും ഇല്ലേ? പിന്നെ എന്തുകൊണ്ട് അവർ മാത്രം പിന്തള്ളപ്പെടുന്നു? പഠിക്കാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്നും കിട്ടുന്നില്ല? തീർച്ചയായിട്ടും അവരാണ് ഏറ്റവും ആദ്യം പഠിക്കാൻ അർഹരായിട്ടുള്ളവർ. അവർ പാർശ്വവൽക്കരിക്കും. കുറച്ചുകൂടി രാഷ്ട്രീയമായൊരു ചോദ്യമാണത്, എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. അതായത് നമ്മൾ വികസന പ്രക്രിയ, ഒരു സംസ്ഥാനത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു വികസന പ്രക്രിയ എന്താണോ അതനുസരിച്ചാണ് ഏത് വിഭാഗം ജനങ്ങൾ മുന്നോട്ട് വരും എന്ന് തീരുമാനിക്കപ്പെടുന്നു. ഇപ്പോൾ ലോകത്ത് മുഴുവൻ നടപ്പിലാക്കുന്ന പൊതുവികസനം എന്ന് പറയുന്നത് മുതലാളിത്ത വികസനം എന്ന് പറയുന്നത്. മുതലാളിത്ത വികസനം, ആ വികസന പ്രക്രിയയിൽ ഏറ്റവും വലിയ പ്രശ്നം പാർശ്വവൽക്കരണമാണ്. മാർജിനലൈസേഷൻ എന്ന് പറയുന്ന പാർശ്വവൽക്കരണമാണ്. അതായത് സമൂഹത്തിൽ ഉയർന്നവർക്ക് മാത്രം, പണമുള്ളവർക്ക് മാത്രം, കേൾക്കണ്ട, സമ്പത്തും പണവും അധികാരവുമുള്ളവർക്ക് മാത്രം പഠന സൗകര്യം മാത്രമല്ല, ചികിത്സാ സൗകര്യവും മറ്റെല്ലാ സൗകര്യങ്ങളും കൂടുതൽ ലഭ്യമാകുകയും
ബഹുഭൂരിപക്ഷം പേര്, നേരത്തെ പറഞ്ഞ ആദിവാസികളടക്കമുള്ളവർ പാർശ്വവൽക്കരിക്കട്ട് പോവുകയും ചെയ്യുന്നു. ഇത് നിലവിലുള്ള മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ഒരു പ്രധാന പ്രശ്നമാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഈ വികസന നയം മാറുക എന്നുള്ളതാണ് ആത്യന്തികമായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള വഴി. അവിടെ ഒരു ബദൽ വികസന തന്ത്രം ഉണ്ടാകണം. ആ ബദൽ വികസന തന്ത്രത്തിലെ പ്രഥമ ലക്ഷ്യം പാർശ്വവൽക്കരണമില്ലാത്തൊരു ജനതയെ സൃഷ്ടിക്കുക എന്നുള്ളതാകണം. പ്രഥമ ലക്ഷ്യം എന്താ? പാർശ്വവൽക്കരണമില്ലാത്തൊരു ജനതയെ സൃഷ്ടിക്കുക. അവിടെ കുറച്ചും കൂടി അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം നല്ല ചോദ്യം ചോദിച്ചു എന്നുള്ളതുകൊണ്ട് നിലവിലുള്ള മുതലാളിത്ത വികസന നയത്തിൽ സമ്പത്തിൻ്റെ ധ്രുവീകരണത്തിനാണ് സാധ്യത. എന്താ? അംബാനിയൊക്കെ കൂടുതൽ പറയൂ പണം ഉണ്ടാക്കുക, ആദിവാസികൾ പുറന്തള്ളപ്പെട്ട് പോവുക. അത് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയിൽ സമ്പത്തിൻ്റെ കേന്ദ്രീകരണം, മനസ്സിലായ ധ്രുവീകരണം, ആ വ്യവസ്ഥിതിയിൽ കുറേ പേര് എന്ത് ചെയ്യപ്പെട്ടു പോകും? മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോകും. ഇതിന് ബദലായിട്ടുള്ള വികസനം എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ നീതിപൂർവകമായ വിതരണമുള്ള വ്യവസ്ഥയാണ്. അതല്ലെങ്കിൽ സമ്പത്ത് കുന്നുകൂട്ടാൻ പറ്റുന്നവർ സമ്പത്ത് കുന്നുകൂട്ടും, അവർ കൂടുതൽ പണക്കാരായി മാറും. മൊത്തം സമൂഹത്തിൻ്റെ പണം കുന്നുകൂടുന്നത്, അതിൻ്റെ അർത്ഥം കുറേ പേരുടെ പണം ഇല്ലാതാകും. അവർക്ക് ചികിത്സ നേടാൻ പറ്റില്ല, അവർക്ക് വിദ്യാഭ്യാസം നേടാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടൊരു വ്യവസ്ഥിതിയുടെ പ്രശ്നമാണ് ഈ പ്രശ്നം ഇവിടെ ചോദ്യമായിട്ട് ഉന്നയിച്ചത്. അത്തരത്തിലുള്ള ഒരു വികസന രീതി ശാസ്ത്രം മാറി സമ്പത്തിൻ്റെ വിതരണം എന്ന ആശയമുള്ള ഒരു വികസന രീതി വന്നാലേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ പറ്റും. തൽക്കാലം ഒരു സ്കൂൾ അവരുടെ അടുത്ത് കൊടുക്കാം, ഏകാധ്യാപക വിദ്യാലയം എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടി ഒരു പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാം. പക്ഷേ വ്യവസ്ഥിതി ഇങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും അവരെന്ത് ചെയ്യപ്പെട്ടു പോകും? മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോകും. പക്ഷേ വിദ്യാഭ്യാസം അതിനുപരി മീൻസ് അവർക്ക് പറ്റുന്ന ലെവലിലോട്ട് ഉയർത്തി നമുക്ക് അവരെ മുമ്പിലോട്ട് കൊണ്ടുവരാമല്ലോ. ഈ മുതലാളികളെ ഒരിക്കലും അംബാനിയൊന്നും ഒരിക്കലും അവരുടെ സ്വത്ത് ആർക്കും കൊടുക്കാൻ പോകുന്നൊന്നും കാര്യമല്ല. നമ്മുടെ അടുത്ത് 1 രൂപേൻ്റെ പോലും 50 പൈസ മറ്റൊന്നും കൊടുക്കൂല നമ്മൾ, അല്ലേ? എന്തായാലും അംബാനിയൊന്നും ഒരിക്കലും കൊടുക്കൂല. ഇവർക്ക് ഏകദേശം 5 കിലോമീറ്റർ വേണം ടൗണിലോട്ടൊന്ന് എത്താൻ. ഈ കുട്ടികൾ നടന്ന് ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും സ്കൂൾ ഉച്ചയാവും. പിന്നെ ഇവരെന്തിനാ വരുന്നത്? ഈ ചോദ്യം ഒരു നല്ല ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉത്തരം പറഞ്ഞത്. അതല്ലെങ്കിൽ അവിടെ എന്ത് പറയായിരുന്നു? വേണമെങ്കിൽ അവർക്ക് കുറച്ചും കൂടി അടുത്തൊരു സ്കൂൾ കൊടുക്കാമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. അങ്ങനെ കൊടുത്തത് കൊണ്ടും നിലവിലുള്ള വ്യവസ്ഥിതിയിൽ സമ്പത്തിൻ്റെ ധ്രുവീകരണം ഉള്ളത് കൊണ്ട് അങ്ങനെ സ്കൂൾ കൊടുത്താൽ പോലും അവർ മാർജിനലൈസ് ചെയ്യപ്പെടും. അതൊരു ചെറിയ സ്റ്റെപ്പ് മാത്രമാണ്. അവർക്ക് 5 കിലോമീറ്റർ നടക്കണം, വേണ്ട 1/2 കിലോമീറ്റർ നടക്കാവുന്ന സ്കൂൾ കൊടുക്കുക എന്നുള്ള താൽക്കാലികമായ ഒരു. അതുകൊണ്ട് ആദിവാസികളുടെ പാർശ്വവൽക്കരണം ഒഴിവാവില്ല. കാരണം അതിലൂടെ കിട്ടുന്ന വിദ്യാഭ്യാസം പോലും ഉപയോഗിച്ച് അവർക്ക് ഉയർന്ന മേഖലകളിൽ വന്നെത്തിപ്പെടാൻ പറ്റില്ല. കാരണം വ്യവസ്ഥിതി അവർക്ക് എതിരാണ്. വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് പലരും ധരിച്ചു വച്ചിരിക്കുന്നത് അവർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുത്താൽ അവരുടെ പ്രശ്നം തീരുമെന്നാണ്. ഒരിക്കലും അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാനല്ല പറഞ്ഞത്. നമ്മുടെ മനസാക്ഷിയെ നമ്മളൊന്ന് നോക്കണം. നമ്മുടെ മനസാക്ഷിയല്ല, വ്യവസ്ഥിതിയാണ് മാറുന്നത്. നമ്മുടെ മനസാക്ഷിയിലുകൊണ്ടാണ് ചോദ്യം ചോദിച്ചതല്ലോ. പക്ഷേ എനിക്ക് മനസ്ഥിതി കണ്ടവർക്ക് കൊടുക്കണമെന്ന് നമുക്ക് രണ്ടാൾക്കും മനസ്ഥിതി ഉണ്ടാവില്ല. ഈ വ്യവസ്ഥിതി അതിന് അനുകൂലമാകണം. അല്ലാത്ത പക്ഷം വീണ്ടും ഈ കോൺസെൻട്രേഷൻ വരികയാണ്. സമ്പത്തിൻ്റെ കോൺസെൻട്രേഷൻ വീണ്ടും വരുമ്പോൾ ഈ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം സ്വാതന്ത്ര്യം നേടിയിട്ടും ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് പോകും. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഒരുപാട് ഫ്ലെക്സുകളിൽ സർക്കാർ സ്കൂളുകളും സ്മാർട്ടാക്കുന്ന കാലം വരും എന്ന് പറഞ്ഞിരുന്നു. ആ പദ്ധതി ഇനി എന്താണ് വരാൻ പോകുന്നത്? സർക്കാർ സ്കൂളുകൾ എന്നല്ല, പൊതുവിദ്യാലയങ്ങൾ, സർക്കാർ മാത്രമല്ല എയ്ഡഡ് സ്കൂൾ അടക്കമുള്ളത് സ്മാർട്ടാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഇത് പൂർണ്ണമായിട്ട് പറയാനുള്ള ഗവർണറുടെ നയപ്രസംഗം കഴിഞ്ഞിട്ടില്ല, ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുട്ടികളാണ് എന്നുള്ളതുകൊണ്ട്, ആകാംക്ഷയുണ്ട് എന്നുള്ളതുകൊണ്ട് വരുന്ന കുറച്ച് 1, 2, 3 വർഷത്തിനുള്ളിൽ കേരളത്തിലെ 8ാം ക്ലാസ്, 9, 10, 11, 12 കേൾക്കണ്ടോ? ഇത് പൂർണ്ണമായിട്ടും ഹൈടെക് ആവും.
സ്മാർട്ട് സ്കൂൾസായിട്ട് കേരളത്തിലെ എല്ലാ സ്കൂളുകളും. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ഒരു കുട്ടിക്ക് ആരോഗ്യപരമായും നന്നായിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ മഴ സമയമാകുമ്പോൾ ജൂൺ ജൂലൈ മാസം ആകുമ്പോൾ വളരെയധികം മഴയാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്കൂളിൽ തന്നെ ചില സ്കൂളുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പരിസരമൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ശങ്കൊച്ച് എന്ന് പറയുന്ന ഒരു തരത്തിലൊരു ഒച്ച്, അത് ആഫ്രിക്കൻ ഒച്ച് എന്നൊക്കെയാണ് പത്രങ്ങളിൽ വായിച്ചത്. അപ്പോൾ അത് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു ശങ്കൊച്ച് എന്ന് പറയുമ്പോഴത്തേ അത് വലുതായി, അത് വേനൽക്കാലത്ത് മണ്ണിൽ കുഴിഞ്ഞ് അതിൻ്റെ അടി കിടക്കും. എന്നാൽ മഴ സമയമാകുമ്പോൾ ഇത് പുറത്തു വരും. ഒരു ശങ്കൊച്ച് 1000 കുഞ്ഞുങ്ങൾക്കാണ് 1000 കുഞ്ഞുങ്ങളെയാണ് മുട്ടയിടുന്നത്. അപ്പോൾ ഈ 1000 കുഞ്ഞുങ്ങൾ ഇത്രയും മുട്ടയിടുമ്പോൾ ഇത്രയും പെരുകി വരികയാണ്. അപ്പോൾ ചില സ്കൂളുകളിൽ ഈ ശങ്കൊച്ച് കാണാറുണ്ട്. ബാത്റൂമിൽ, സ്കൂളുകളിൽ മുറികളിൽ തന്നെ, അവിടെ ഇരിക്കുന്ന പ്ലേസിൽ തന്നെ ഈ ശങ്കൊച്ച് കാണാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെയധികം ഹാംഫുൾ ആയിട്ടൊരു ജീവിയാണ്, രോഗം പരത്തുന്നതാണ്. ഇത് കടിച്ചാൽ വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ ഇതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പം ശുചിത്വം വേണ്ടേ ഓരോ സ്കൂളുകൾക്കും, കുട്ടികൾക്ക് മാത്രമല്ല സ്കൂളിനും ശുചിത്വം വേണ്ടേ എന്ന്? വേണം. ആരാ വേണ്ടെന്ന് പറഞ്ഞത്? ചില സ്കൂളുകളിൽ അത് കാണുന്നില്ല. ബാത്റൂമുകളിൽ പോലും ഈ തരത്തിലുള്ള ഒരു ശങ്കൊച്ച് കാണുകയാണ്. അതിന്റെ പരിസരത്തും സ്കൂളിലും ഒക്കെ. അപ്പം അതിനനുസരിച്ചുള്ള ഒരു കെയറിങ് അവർ കൊടുക്കുന്നില്ല. അപ്പൊ ഇത് കുട്ടികൾക്ക് ഒരാൾക്ക് ഇപ്പൊ പനി തന്നെ ഒരാൾക്ക് തന്നെ പഠനം തന്നെ ആ കുട്ടിയെ മാറ്റിയിരുത്തുകയും മറ്റു കുട്ടികൾക്ക് പടരാതിരിക്കാൻ നോക്കുന്നു. അപ്പൊ ഇത് സ്കൂളിൽ തന്നെ ഇതേപോലത്തെ ഈ ജീവി ഒരാളെ കടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് വൈറലായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പൊ ഇത് മറ്റു കുട്ടികൾക്കും ബാധിക്കില്ല. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടികൾക്ക്, ആ സ്കൂളുകാർക്ക്, അവിടെയുള്ള വീട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ ബാധിക്കില്ലേ? അപ്പൊ സ്കൂളിൽ നിന്നാണ് ഈ ഒരു അസുഖം പടരുന്നതെങ്കിൽ അതിനടുത്ത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇരിക്കൂ. ഇത് വളരെ തെറ്റായ ഒരു സമീപനമാണ്. ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവികളും ഇവിടെ ഉണ്ടെങ്കിലേ മനുഷ്യൻ ജീവിക്കാൻ പറ്റുള്ളൂ. കേൾക്കണ്ട? അതാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ജീവിയും അനാവശ്യമായിട്ടില്ല. എല്ലാ ജീവികളും ഉണ്ടെങ്കിലേ മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ. മനുഷ്യനില്ലെങ്കിലും മറ്റെല്ലാ ജീവികൾക്കും ജീവിക്കാം. ഫുഡ് ചെയിൻ എന്ന് പറയും. പാമ്പെന്തിനാ? തവളെന്തിനാ? എന്തിനാ? ഇത് ഈ ഫുഡ് ചെയിൻ കംപ്ലീറ്റ് ആക്കാനാണ്. ഒന്നിൻ്റെ ഭക്ഷണമാണ്. പ്രകൃതിയിലാകെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരാളേ ഉള്ളൂ. അല്ല, മനുഷ്യനൊന്നുമല്ല. മനുഷ്യൻ ഭക്ഷണമേ ഉണ്ടാക്കില്ല. നമ്മൾ വല്ലവരും ഉണ്ടാക്കുന്നത് നമ്മൾ എന്താണ് ചൂടാക്കി കഴിക്കുന്നില്ലാതെ പ്രകൃതിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒന്നേ ഉള്ളൂ. അതൊരു തന്മാത്രയാണ്, ഒരു മോളിക്യൂളാണ്. ആ മോളിക്യൂളിൻ്റെ പേരാണ് ക്ലോറോഫിൽ. പ്രകൃതിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു തന്മാത്രയുള്ളൂ. അതേതാ? ക്ലോറോഫിലാണ്. അത് സൂര്യരശ്മിയും കാർബൺ ഡൈ ഓക്സൈഡും H2O എന്ന് പറയുന്ന മോളിക്യൂളും കൂട്ടിച്ചേർത്ത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു വസ്തു ആദ്യമായിട്ട് നിർമ്മിക്കുകയാണ്. അത് മാറി 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 മാമ്പഴമായും ചക്കപ്പഴമായും ആപ്പിളായും നേന്ത്രപ്പഴമായും ഈ പ്രകൃതിയിൽ നിറയാണ്. എവിടെ സോഴ്സ്? സൂര്യരശ്മിയാണ്. പിന്നെന്താ ഉള്ളത്? കാർബൺ ഡൈ ഓക്സൈഡാണ്. പിന്നെന്താ ഉള്ളത്? H2O ആണ്. ഇത് ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കണ ആരാ? മനുഷ്യനല്ല. ഭൂമിയിലെ പച്ച നിറമാണ്. അതാണ് പച്ചപ്പിൻ്റെ പ്രസക്തി. ആ പച്ചപ്പിൽ എന്തിനാ ഈ ചെടി? എന്തിനാ ആ ചെടി? മനസ്സിലുണ്ടോ? ഇതെല്ലാം കൂടി കളഞ്ഞൊരു ചെടി മാത്രം പോരെ? പൈസ കിട്ടുന്ന ചെടി മാത്രം പോരെ എന്ന ചോദ്യങ്ങളൊക്കെ വളരെ ഉണ്ട്. ഇതെന്തിന് ഇത്ര വളരെ ചെടികൾ? ഇത്ര വളരെ ജീവികൾക്ക് ആവശ്യമുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനാണ്. മനസ്സിലാവുണ്ടോ? ചിലർ മാങ്ങ തിന്നില്ല, അല്ലെങ്കിൽ ഓരോ ഫ്രൂട്ട് തിന്നില്ല എങ്കിൽ അവർക്ക് തിന്നാവുന്ന ഫ്രൂട്ട് ഉണ്ടാകുന്ന ചെടി അപ്പുറത്തുണ്ടാവുകയാണ്. അപ്പം അത് തിന്നാവുന്ന സസ്യബുക്കുകൾ ഉണ്ടാവുകയാണ്. കേൾക്കണ്ടോ? ഈ ഭക്ഷണം ആരാ എടുക്കുക? ആദ്യം പുലി എടുക്കില്ല, സിംഹം എടുക്കില്ല. കേൾക്കോ? ആരാ എടുക്കുക? മാനെടുക്കും, മുയലെടുക്കും, പശു എടുക്കും, പോത്തെടുക്കും, അല്ലേ? അവരെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ഭക്ഷണം എവിടെ എത്തി? സസ്യബുക്കുകളിൽ എത്തിയിട്ടുള്ളൂ.
അടുത്ത സ്റ്റെപ്പാണ് എന്ത്? മാംസബുക്കുകൾ. എവിടുന്ന ഭക്ഷണം എടുക്കുക? ഈ സസ്യബുക്കുകളെ കൊല്ലും. ഈ ഭക്ഷണം അങ്ങോട്ടെത്തി. കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പ്രകൃതിയിൽ നിന്നെടുത്തതെല്ലാം തിരിച്ച് പ്രകൃതിയിലേക്ക് കൊടുത്താലേ നാളെ ഈ സൈക്കിൾ പൂർത്തിയായിട്ട് എന്നും ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ ഇവയെല്ലാം എടുത്ത ഘടകങ്ങളെല്ലാം പ്രകൃതിയിലേക്ക് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കണമെങ്കിൽ ആരൊക്കെയാണോ ഭക്ഷണം ഉണ്ടാക്കിയത് അവയെല്ലാം വിഘടിച്ച് 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 അവ ഉപയോഗിച്ചതെല്ലാം തിരിച്ച് പ്രകൃതിയിലേക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന വിഭാഗവും ഈ ഡൈവേഴ്സിറ്റിയിലുണ്ട്. അതിൻ്റെ പേരാണ് മൃതഭോജികൾ. മരിച്ചവയെ തിന്നുന്നവർ. എന്തിനാ ചെതല്? എന്തിനാ ഉറുമ്പ്? ഉറുമ്പേ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നോ എന്ന് പറഞ്ഞു. എന്തിനാത് കേൾക്കണ്ടോ? ഈ ശംഖ് എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ സാധനത്തിന് ഒരു റോളുണ്ട് പ്രകൃതിയിൽ. ആ റോള് നിർവഹിച്ചില്ലെങ്കിൽ ഈ സൈക്കിള് കംപ്ലീറ്റ് ആവില്ല. തവള പിടിച്ച് 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 തവളയില്ലാത്ത കാലഘട്ടം വരികയാണ്. ഒരു പക്ഷേ നിങ്ങളൊക്കെ എൻ്റെ പ്രായത്തിലെത്തുമ്പോഴേക്കും തവളയില്ലാത്ത കാലവും. തവളയില്ലാത്ത കാലമായാൽ സംഭവിക്കാൻ പോകുന്നത് ചെറുതൊന്നുമല്ല. തവളക്കാലിന് സ്വാദുണ്ടെന്ന് ആരോ പറയുന്നുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല, എങ്കിലും പറയുന്നുണ്ട്. അതൊക്കെ ശരിയായിരിക്കും. മനുഷ്യന് മാത്രമേ ഈക്വിലിബ്രിയം നിലനിർത്താറുള്ള ചോദ്യം ചോദിച്ചില്ലേ? അതുപോലെ ഇതിനെയൊക്കെ കൊന്നൂടെ, എന്തിനാത് എന്ന് ചോദിക്കുന്നത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. പുലി നാട്ടിലുള്ള എല്ലാ മാനിനെയും പിടിക്കുമോ? ഇല്ല. എന്തേ ഉള്ളൂ? ഒരു മാനിനെ പിടിച്ച് ഭക്ഷണം കഴിച്ചാൽ അതവിടെ പോയി കിടക്കും. മാനിനെ പിടിക്കുമോ? ഇല്ല. അത് ഈക്വിലിബ്രിയം നിലനിർത്തണം അതിനറിയാം, മനുഷ്യനെ അറിയാമെന്നുള്ളൂ. അപ്പം ഇതെല്ലാം ഡൈവേഴ്സിറ്റിയുടെ ഭാഗമായി ജീവനുള്ള എല്ലാം പരസ്പര ബന്ധിതമാണ്. ഒന്നില്ലെങ്കിൽ എന്താണ്? മറ്റൊന്നില്ല. ഒരു പക്ഷി, ഡോഡോ പക്ഷി, പേര് ഡോഡോ എന്ന് പറഞ്ഞ പക്ഷി. ഈ ഡോഡോ പക്ഷി ഒരു പ്രത്യേക തരം ചെടിയുടെ മരത്തിന് കായ അത് കൊത്തി തിന്നും. കടിച്ച് തിന്നില്ല, വിഴുങ്ങും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അതിൻ്റെ കായ വിഴുങ്ങും. എന്തേ അത് കടിച്ചു തിന്നാത്തെ? വിഴുങ്ങിയ കായ ഡോഡോ പക്ഷിയുടെ മറ്റേ മലമൂത്ര വിസർജന സംവിധാനത്തിൻ്റെ ഉള്ളിലൂടെ പോയി ചേനയിൽ ചാണകം പുരട്ടി നടുന്നത് പോലെ ഡോഡോ പക്ഷിയുടെ മലത്തിൻ്റെ ഉള്ളിൽ കൂടെ ഈ കായ കടന്നു വന്ന് കാഷ്ടിച്ച് പുറത്ത് വീഴുമ്പോഴാണ് ആ വിത്ത് മുളയ്ക്കുക. അപ്പോൾ ഡോഡോ പക്ഷി ഇത് കടിച്ചു നിന്നെങ്കിലോ അങ്ങനെ ഉണ്ടാവില്ല. മനസ്സിലുണ്ടോ? ആ മരം ഉണ്ടാവില്ല. അതെ. അപ്പോൾ ഡോഡോ പക്ഷി ഉണ്ടാക്കിയപ്പോൾ ഡോഡോ പക്ഷി ഈ എന്താണ് അതിൻ്റെ ഫ്രൂട്ട് തിന്നും, അതിൻ്റെ കായ വിഴുങ്ങുള്ളൂ എന്ന്. എന്തിനാ പ്രകൃതി അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത്? ഈ ചെടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം പരസ്പര ബന്ധിതമാണ്. ഒരു ജീവിയും ഈ ഭൂമിയിൽ അധികമാണെന്ന് പറയരുത്. പക്ഷേ ശുചിത്വം എന്നത് മറ്റൊന്നാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അപ്പുറത്തുള്ളതാണ് അതിൻ്റെ ഉത്തരവാദി എന്നാണ് നമ്മൾ പറയുക. അല്ല, ആരോ ഉത്തരവാദി? സ്വയം തന്നെയാണ്. നമുക്ക് പ്രതിരോധ ശേഷി ഉണ്ടായാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, നാളെ ആർക്കെങ്കിലും ഒരാൾക്ക് പനി വരാം. നമ്മളെല്ലാവരും ഒന്നിച്ചല്ലേ ഇരുന്നേ? നമ്മളെല്ലാവരും ഒരേ ശ്വാസമല്ലേ കഴിച്ചേ? നമ്മളെല്ലാവരും ഒരു ഭക്ഷണമല്ലേ കഴിക്കാൻ പോണേ? പക്ഷേ നാളെ ഒരാൾക്ക് പനി വരാം. ആർക്കാ വരിക? ആരുടെ ശരീരമാണോ എന്താണ് പ്രതിരോധശേഷി കുറഞ്ഞിരിക്കുന്നത് അവയെ ഈ അന്തരീക്ഷത്തിലുള്ള ബാക്ടീരിയകളും വൈറസും അറ്റാക്ക് ചെയ്ത് അവർക്ക് പനിയുണ്ടാകും. തടയാനുള്ള വഴി എന്താ പറയൂ? എന്താണ്? നമുക്ക് പ്രതിരോധശേഷി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചു നിങ്ങളുടെ ക്യാമ്പസ് എനിക്കറിയില്ല. ക്യാമ്പസ് തന്നെ പാഠപുസ്തകം എന്നുള്ളൊരു സങ്കല്പം ഈ പ്രചരിപ്പിക്കാൻ ശ്രമിക്കാം. ക്യാമ്പസ് ബയോഡൈവേഴ്സിറ്റി പാർക്കാക്കി മാറ്റുകയാണ്. അങ്ങനെ ആക്കി മാറ്റുമ്പോൾ എന്തിനവിടെ കോഴി, ധാരാളം കോഴികളും ഒക്കെ ഉള്ളൊരു ക്യാമ്പസിൽ നിങ്ങൾ എന്താണ് വറ്റിട്ടാലും പറയൂ നിങ്ങൾ എന്ത് ബാക്കിയിട്ടാലും അതൊന്നോട് ബാക്കിയില്ല. ഇതെല്ലാം സിമെൻ്റ് ഇട്ടിട്ട് നിങ്ങൾ കുറച്ച് വറ്റ് ബാക്കി ഊണ് കഴിച്ച് ബാക്കിയുള്ള ഇട്ട് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? എന്താണ്? മാലിന്യമായി.
ആ മാലിന്യം തിന്നുന്ന ഒരു ജീവി അവിടെ ഉണ്ടെങ്കിൽ മാലിന്യമില്ല. പ്രകൃതി ഇതെല്ലാം എന്താണ് ഇല്ലാതാക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളതിന് ചില കട്ട് ചെയ്തിട്ട് എന്താണ് ഒറ്റയ്ക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകും. സോ വളരെ സയൻറ്റിഫിക് അപ്രോച്ച് വേണം. അതാണ് നമുക്ക് ഇന്ന് വിദ്യാഭ്യാസത്തിൽ കുറവ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുക എന്നുള്ളതാണ് അക്കാഡമിക് ഓട്ടോണമി. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമിക്കാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. ഇവിടെ അക്കാഡമിക് ഓട്ടോണമിക്ക് പ്രാധാന്യം നൽകിയാലേ ഹയർ എഡ്യൂക്കേഷൻ വളരും. അക്കാദമിക്കായിട്ടുള്ള ചിന്ത പരിപൂർണമായിട്ടും ജനകീയവും ജനാധിപത്യപരവുമാവണം. അതുകൊണ്ട് ഹയർ എഡ്യൂക്കേഷനിൽ കോൺസെപ്റ്റ് അക്കാഡമിക് ഓട്ടോണമിയാണ്.